ഈ കട്ടിങ് 2 സ്റ്റെപ്പായിട്ടാണ് ബൊക്കെ മെത്തേഡിൽ നാം ചെയ്തു കൊടുക്കുന്നത്. ഒന്ന്, കൂണിൻ്റെ മുകൾ പരപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടി ബെഡുകളിൽ എയർ ട്രാപ്പിംഗ് ചെയ്തു കൊടുക്കും. അതിനായിട്ട് ചെയ്തു കൊടുക്കുന്ന കട്ടിങ്ങാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ കട്ടിങ് കൂണുകളുടെ ഹാർവസ്റ്റിംഗ് ടൈമിനാണ്. അവിടെ നമ്മൾ രണ്ടാമത്തെ ആ ഉയരം കുറച്ച് നാം വീണ്ടും അടുത്ത കട്ടിങ് കൊടുക്കുന്നു. ആ 2 കട്ടിങ് സ്റ്റെപ്പും ഇവിടെ നിങ്ങൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കുക. ബൊക്കെ മെത്തേഡ് രീതിയിൽ നമുക്ക് എയർ ട്രാപ്പ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് എയറിനെ ട്രാപ്പ് ചെയ്ത് നമുക്ക് കൂണ് വളർത്താം, അല്ലെങ്കിൽ കൂണ് കൂടുതൽ വലിപ്പത്തിലും ആകർഷണീയമായ രീതിയിൽ എങ്ങനെയാണ് കൂണ് ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ച് ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഇത് നമുക്ക് ഈ കവറുകൾ എങ്ങനെ കട്ട് ചെയ്യണം, ഇത് ഏത് തരത്തിലാണ് ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ വിളവ് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ എടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്കിവിടെ ഞാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ ഇപ്പോൾ പല കൃഷിക്കാരും എന്നോട് ചില കൂൺ വെട്ടുകളിൽ നല്ല മൈസീല്യം വളർന്നാലും കൂണ് വരുന്നില്ല, അതിന് 15 ദിവസമായി, 18ആയി, 25 ദിവസമായി, 1 മാസമായിട്ട് പോലും കൂണ് വരാത്തതായി പലരും എന്നോട് പറയുണ്ടായി. അവിടെയൊക്കെ കൃത്യമായി നനകിട്ടി, കൃത്യമായി മൈസീല്യം വളർന്നു, എന്നിട്ടും കൂണ് വളരാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ നമുക്ക് ഈ ബൊക്കെ മെത്തേഡ്, ഈ എയർ ട്രാപ്പ് ചെയ്ത് നമുക്ക് വിളവ് വർദ്ധിപ്പിക്കാൻ കഴിയും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെ വിളവ് കിട്ടാത്ത ഒരു ബെഡ് നിങ്ങൾ കൂൺപുരയിൽ നിന്ന് പുറത്ത് വെച്ച് നിങ്ങൾ അതിന് ഈ വീഡിയോ കാണുന്ന മാതിരി ഇതിൻ്റെ കവറുകൾ കൃത്യമായി നമ്മൾ മുകൾ ഭാഗം അത് കട്ട് ചെയ്ത് കൊടുക്കണം. അവിടെ എങ്ങനെയായിരിക്കണം കട്ട് ചെയ്യേണ്ടത്, അവിടെ എത്രത്തോളം അളവിലായിരിക്കണം എന്നുള്ളതൊക്കെ ഇതിൽ വളരെ പ്രധാനമുള്ള കാര്യമാണ്. Hello friends, this is your mushroom buddy from the farm. If you love healthy food and mushroom farming, don't forget to subscribe to Koonpura. അങ്ങനെ അത് കൃത്യമായി നിങ്ങൾ കട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന മാതിരി നിങ്ങൾക്ക് എല്ലാ ബെഡിലും, നമുക്ക് നമ്മുടെ കൂൺപുരയിൽ മൈസീല്യം വളർന്നു കഴിഞ്ഞ എല്ലാ ബെഡിലും, എല്ലാ ചിപ്പിക്കൂൺ ബെഡിലും നമുക്ക് ഈ കൂണുണ്ടാക്കാൻ കഴിയും. മുൾപ്പരപ്പിൽ പാൽക്കൂണിന് നമ്മൾ കേസിംഗ് ഇടും. ഇവിടെ ചിപ്പിക്കൂണിന് കേസിംഗ് ഇല്ലാണ്ട് എങ്ങനെയാണ് മുകൾ പരപ്പിൽ കൂണുണ്ടാവുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. മാധ്യമം, മരപ്പൊടിയോ പെല്ലറ്റോ വൈക്കോലോ ഏത് തന്നെയായാലും ചിപ്പിക്കൂൺ കൃഷിയിൽ ഈ മെത്തേഡ് ഉപയോഗിച്ച് ഇത്രയും നല്ല ആകർഷണീയമായ വലിപ്പമുള്ള കൂണുകൾ ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഈ എയർ ട്രാപ്പ് ചെയ്യുന്ന എന്നുള്ളതിനെക്കുറിച്ചുള്ള ഈ കട്ടിംഗ് ട്രിക്ക് നമുക്ക് എങ്ങനെയാണെന്ന് ഇവിടെ നമുക്ക് നോക്കാം. ഈ കട്ടിംഗ് ട്രിക്കിനായിട്ട് നമുക്ക് ബെഡുകൾ എടുക്കുമ്പോൾ നല്ല മൈസീല്യം വളർന്ന ഏത് വെറൈറ്റി ചിപ്പിക്കൂണായാലും അതിൻ്റെ വളർച്ച പൂർത്തീകരിച്ച ശേഷം നല്ല മൈസീല്യം വളർന്ന ബെഡുകളാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. ഇവിടെ വിത്ത് ഹോൾ മെത്തേഡിലുള്ള ബെഡിലും വിത്തൗട്ട് ഹോൾ മെത്തേഡിലുള്ള ബെഡിലും ഈ കട്ടിംഗ് ട്രിക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ചിപ്പിക്കൂൺ കൃഷിയിൽ വിത്ത് ഹോൾ, വിത്തൗട്ട് ഹോൾ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീഡിയോകൾ നിങ്ങൾക്ക് കണ്ട് എങ്ങനെയാണ് വിത്ത് ഹോൾ, വിത്തൗട്ട് ഹോൾ മെത്തേഡ് കൃഷി ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നത് വിത്ത് ഹോൾ മെത്തേഡ് ഉപയോഗിച്ച് കൃഷി ചെയ്ത ബെഡുകൾ എങ്ങനെയാണ് നാം അതിൻ്റെ കവറുകൾ മുറിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഈ വിത്ത് ഹോൾ ടെക്നോളജിയിൽ നാം നന്നായിട്ട് ബെഡുകളെ അമർത്തിക്കെട്ടും. അതുകൊണ്ട് തന്നെ ഈ കെട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ മുറിക്കുന്നത്. അതിന് താഴ്ഭാഗത്തേക്ക് പോണ്ട. കാരണം നമുക്ക് ഈ ബെഡുകൾ മുറിച്ച് കവർ കളയുമ്പോൾ അതിൻ്റെ ബെഡിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ ഉയരത്തിലേക്ക് സൈഡിൽ കവർ ഇരിക്കണം. അവിടെ അങ്ങനെ കവർ ഇരുന്നില്ല എങ്കിൽ ബെഡുകൾ പൂർണ്ണമായി വളരെ പെട്ടെന്ന് ഉണങ്ങുന്നതായിട്ട് കാണാം. അങ്ങനെ വരരുത്. നമുക്ക് 10 സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ, ഉയരത്തിൽ ഈ കവറുകൾ അവിടെ സൈഡിൽ നിൽക്കണം. ആ നിലയ്ക്കാണ് നമ്മളിത് കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്ത് ഈ കവറുകൾ ഓപ്പൺ സ്പേസിൽ നമ്മളിവിടെ തുറന്നു വെക്കുകയാണ് ചെയ്യണത്. അങ്ങനെ വെക്കുമ്പോൾ അതിന് നന കൊടുക്കണം. ഇനി നാം നന കൊടുക്കുമ്പോൾ അതിനകത്തുള്ള ഉണക്ക് പെട്ടെന്ന് ഉണങ്ങിപ്പോവാതിരിക്കാൻ ഈ കവറുകൾ
10 സെൻറ്റിമീറ്റർ സൈഡിൽ ഉയരത്തിലേക്ക് ഇരിക്കുന്ന രീതിയിലായിരിക്കണം ഇത് മുറിക്കാൻ. മുകൾ ഭാഗത്ത് കവറുകൾ കട്ട് ചെയ്ത് ഇനി നമ്മൾ നനയ്ക്കുകയാണ്. നനയ്ക്കുമ്പോൾ ഉള്ളിലേക്ക് മുകളിൽ വെള്ളം വേണ്ട, അകത്തേക്ക് കൊടുക്കണ്ട. സൈഡിലൂടെ നിങ്ങൾ നന കൊടുത്താൽ മതി. അങ്ങനെ നിങ്ങൾ സൈഡിൽ നന കൊടുത്ത് ഇനി നിങ്ങൾക്ക് ഈ ബെഡുകളെ കൂൺ കൂടുകളിലേക്ക് മാറ്റാം. ഇവിടെ കൂൺ പുരകളുള്ളവർക്ക് ഇത് ഈ കവറുകൾ മുറിക്കുന്നതും അത് നനയ്ക്കുന്നതും പുരയ്ക്ക് പുറത്തെടുത്ത് വെച്ച് ശുദ്ധവായു നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ച് ഈ ബെഡുകളെ കവറൊക്കെ മുറിച്ച് അതിനുശേഷം വീണ്ടും കൂൺപുരയ്ക്കകത്ത് നിങ്ങൾക്കിത് കൊണ്ടുപോയി വയ്ക്കാവുന്നതാണ്. അങ്ങനെ വെച്ച് 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ ചെറു കൂണുകൾ അവിടെ കൃത്യമായി നിങ്ങൾക്ക് വരും. ആ കൂണുകൾ മുകൾ പരപ്പിൽ നിങ്ങൾക്കത് വളരും. അങ്ങനെ വളരുന്ന കൂണുകളാണ് ദിവസങ്ങൾ കഴിയുമ്പോൾ അടുത്തത് 3-4 ദിവസം കൊണ്ട് നമുക്ക് ബൊക്കയായിട്ട് അവിടെ വളർന്നു വരും. 4ാമത്തെ ദിവസം നമുക്കിത് വിളവെടുക്കാവുന്നതാണ്. Hello friends, this is your mushroom buddy from the farm. If you love healthy food and mushroom farming, don't forget to subscribe to Kunpura. ഇനി നിങ്ങൾക്ക് വിത്തൗട്ട് ഹോളിൽ എങ്ങനെയാണ് ഈ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ വിത്തൗട്ട് ഹോള് നമുക്കറിയാം. വിത്തൗട്ട് ഹോളിൽ മേൽഭാഗത്ത് കവർ മുകളിൽ കുറേ ഉയർത്തിയായിരിക്കും കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുകൾ ഭാഗത്തേക്ക് ഒത്തിരി ഉയരത്തിൽ കവറുണ്ട്. അതിൻ്റെ മധ്യഭാഗം നമുക്ക് ചേർന്ന് കട്ട് ചെയ്യാം. പകുതി ഭാഗം കൃത്യമായി ബെഡിൽ നിൽക്കട്ടെ. അത് നമുക്ക് അതിനകത്തുള്ള ഈർപ്പവും ഹ്യൂമിഡിറ്റിയും ഒക്കെ നിലനിർത്താൻ വേണ്ടി സഹായകരമാണ്. അവിടെ പെട്ടെന്ന് ഉണങ്ങാതിരിക്കാൻ ഈ കവർ സൈഡുകളിൽ വേണം. അങ്ങനെ കവർ നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങളവിടെ ഈ കട്ട് ചെയ്യാണ്ട് ഇവിടെ കാണുന്ന മാതിരി നിങ്ങൾ കൃത്യമായി കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്ത് നാം കൊടുക്കുമ്പോൾ ഇവിടെയും നമുക്ക് ഈ ബെഡുകളെ ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ബെഡുകളെ പുറത്ത് നനച്ചു കൊടുക്കും. അകത്തേക്കല്ല, പുറം ഭാഗത്തേക്ക് നനച്ചു കൊടുക്കും. അതിനുശേഷം നമ്മൾ കൂൺ കൂടുകളിലേക്ക് നമുക്ക് മാറ്റാം. ഇവിടെ കൂൺ കൂടുകളല്ല, കൂൺ പുരകളാണ് ഉപയോഗിക്കണമെങ്കിൽ ഈ വിത്തൗട്ട് ഹോളിൽ നിങ്ങൾ കട്ട് ചെയ്യുമ്പോഴും കൂൺ പുരയ്ക്ക് പുറത്തെടുത്ത് വെച്ചായിരിക്കണം ബെഡുകൾ കട്ട് ചെയ്യുക. അതിനുശേഷം നല്ല ശുദ്ധവായു ഒക്കെ കിട്ടി അതിനുശേഷം നിങ്ങൾക്ക് കൂൺപുരയ്ക്ക് ഉള്ളിലേക്ക് ഇത് കൊണ്ടുവയ്ക്കാവുന്നതാണ്. ഇങ്ങനെ കട്ട് ചെയ്ത ബെഡുകൾ നാം കൂൺ കൂടുകൾക്കുള്ളിലോ അതുപോലെ കൂൺപുരയ്ക്കുള്ളിലോ വെച്ച് 2 ദിവസമാകുമ്പോൾ ചെറു കൂണുകൾ ഉണ്ടാവും. ചെറിയ കൂൺ മുകുളങ്ങൾ അവിടെ രൂപപ്പെടും. അത് മുകൾ പരപ്പിലാണ് അത് വരുന്നത്. മുകളിലേക്ക് വന്ന് അത് 3-ാം ദിവസമാകുമ്പോഴേക്ക് തന്നെ അത് ഉയർന്നു വളരും. വളരെ നീളത്തിൽ ഉയരം കൂടിയാണ് ഈ ബഞ്ച് കണക്ക് ഇത് വളരുന്നത്. നല്ല വെയിറ്റുള്ള ആകർഷണീയമായ നല്ല വലിപ്പമുള്ള കാഴ്ചയ്ക്ക് നല്ല ആകർഷണീയമായിട്ടുള്ള കൂണുകൾ അവിടെ രൂപാന്തരപ്പെടും. ഇവിടെ നിങ്ങൾക്ക് സാധാരണ ബെഡുകളിൽ വളരുന്ന കൂണുകളും ഈ ബൊക്ക മോഡലിൽ നമ്മൾ മുകൾ പരപ്പിലേക്ക് വളരുന്ന കൂണുകളും നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ വലിപ്പവും ആകർഷണീയതയും അതിൻ്റെ ആ ഉയരം കൂടി നിൽക്കുന്ന ആ ഒരു രൂപവും ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഈ മെത്തേഡ് നിങ്ങൾക്കും നിങ്ങളുടെ കൂൺപുരകളിൽ കൂൺ കൃഷി ചെയ്യുമ്പോഴത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ മെത്തേഡിൻ്റെ സയൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തുകൊണ്ടാണ് ഈ കവറുകൾ ഇവിടെ നാം നിലനിർത്തണം, ഈ കവറുകൾ ഉയരം മേൽഭാഗത്തേക്ക് വേണം, ഇവിടെ കവറുകൾ നിലനിർത്തണം എന്ന് നാം എന്തുകൊണ്ട് പറയുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്ക് മുൻ വീഡിയോകളിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു, വിത്തിട്ട് കൂൺ വളരുമ്പോൾ അതിൻ്റെ മൈസീലിയം വളരുമ്പോൾ ഓക്സിജനെ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുമെന്ന്. അങ്ങനെ ബെഡുകളിൽ മൈസീലിയം ശ്വസിക്കും. ഇങ്ങനെ ശ്വസിക്കുന്ന മൈസീലിയത്തിൻ്റെ ബെഡുകൾ പകൽ സമയങ്ങളിൽ പുറത്തേക്ക് വിടുന്ന വായു, നാം കട്ടുകൊടുത്തപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് അകത്തേക്ക് വന്ന വായു രാത്രിയിൽ അന്തരീക്ഷം തണുത്തു വരുമ്പോൾ അവിടെ വെള്ളത്തിൻ്റെ ഈർപ്പം ചെറു തുള്ളികളായി രൂപപ്പെടും. അത് നമുക്ക് ബെഡിൻ്റെ മുകൾ പരപ്പിൽ നമുക്കത് കാണാൻ കഴിയും. ആ ബെഡുകൾ രാവിലെ നമുക്ക് നോക്കിയാലും ഉണങ്ങിയിട്ടില്ലാതെ ആയിരിക്കും, ഉണക്ക് കാണില്ല അകത്ത്. നാം നന കൊടുത്തത് പുറത്താണെങ്കിലും അകത്ത് മുകൾ പരപ്പിൽ ചെറു ഈർപ്പത്തോടു കൂടി ഉണക്കില്ലാത്ത അവസ്ഥയിൽ അവിടെ ബെഡുകൾ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വിത്ത് ഹോളിലും വിത്തൗട്ട് ഹോളിലും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. നിങ്ങളവിടെ നോക്കിയാൽ അതിൻ്റെ
ആ കവറുകൾ മുറിച്ചതിന് ഉൾഭാഗത്ത് ചെറു വെള്ളത്തുള്ളികൾ നമുക്ക് കാണാം, നീർത്തുള്ളികൾ. ആ ഹ്യൂമിഡിറ്റി അവിടെ നമുക്ക് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഈർപ്പം നാം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, നാം കൊടുത്ത ഈർപ്പമല്ല. നാം ഈർപ്പം കൊടുത്തത് ബെഡുകൾക്ക് പുറത്ത്, അതിനുള്ളിലേക്ക് നാം കൊടുത്തില്ല. പക്ഷെ ഉള്ളിൽ ആ ഈർപ്പം രൂപാന്തരപ്പെടുന്നതായിട്ട് കാണാം. അതാണ് അതിൻ്റെ കൂൺ മുകുളങ്ങൾ ഉണ്ടാവാനുള്ള ഏറ്റവും നല്ല അന്തരീക്ഷം, നല്ല സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. ഇവിടെ ഇങ്ങനെ കൂണിന് ചെറുമുകുളങ്ങൾ ഉണ്ടാവാനുള്ള ഈർപ്പം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കവറുകൾ മുറിക്കുമ്പോൾ ഉയരത്തിലേക്ക് മുറിക്കണം. അവിടെ ഉണക്ക് വരാതിരിക്കാൻ വേണ്ടി സഹായകരമായിരിക്കുന്നത് മാതിരി ആ കവറുകൾ നമുക്ക് ഒരു കവചമായി അവിടെ ഉണ്ടാവണം. അത് ഈ മെത്തേഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രിക്കാണ്. ഇവിടെ ഒരു നന്നായിട്ട് മൈസീലിയം വളർന്ന ഒരു ബെഡ്, അതിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ ബോഡി ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നാച്ചുറലായിട്ട് പുറം പ്രദേശം തണുപ്പിച്ച് അകത്തേക്ക് ഹ്യൂമിഡിറ്റി ഉണ്ടാക്കി, തണുപ്പുണ്ടാക്കി, അവിടെ നിന്ന് ശുദ്ധവായുവിൻ്റെ ഒരു ലഭ്യത അവിടെ ഉണ്ടാക്കി കൊടുത്ത് അവിടെ നമ്മൾ കൂണ് വളർത്തിയെടുക്കുന്ന ഒരു ട്രിക്കാണ് നിങ്ങൾക്ക് ഞാനിവിടെ പറഞ്ഞു തന്നത്. ഇവിടെ ഈ ട്രിക്ക് ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ നല്ല ഉയരം കൂടി കുഴ നിവർന്ന് നല്ല വെയിറ്റുള്ള വലിപ്പമുള്ള കൂണുകൾ ഉണ്ടാകുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് ഹാർവസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ കവറ് നമുക്ക് കത്രിക കൊണ്ട് ഇതിൻ്റെ ബെഡിൻ്റെ മുകൾ പരപ്പ് വെച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്കത് വിളവെടുക്കാം. ഇവിടെ ഈ ബെഡിൻ്റെ മുകൾ പരപ്പിൽ നമുക്ക് ഉയരത്തിലിരിക്കുന്ന കവറാണ് നമ്മളിവിടെ മുറിക്കുന്നത്. അപ്പോൾ ബെഡിൻ്റെ അതേ ലെവലിൽ നമുക്കിത് ഒരു കത്രിക കൊണ്ട് നമുക്കത് മുറിച്ച് മാറ്റി അതിനുശേഷം നമുക്ക് വിളവെടുക്കാം. ഫസ്റ്റ് ഹാർവസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സൈഡുകളിൽ കീറൽ കൊടുത്ത് നിങ്ങൾക്ക് വീണ്ടും സെക്കൻഡും തേർഡും വിളവെടുപ്പിന് വേണ്ടിയിട്ട് ഈ ബെഡുകളെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സെക്കൻഡ് തേർഡ് ഹാർവസ്റ്റുകളും നമുക്ക് നല്ല വലിപ്പത്തിൽ നന്നായിട്ട് ബഞ്ചായിട്ട് തന്നെ വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഒരു ബെഡിൽ നിന്ന് 1 കിലോയ്ക്ക് മുകളിൽ കൂണുകൾ നമുക്ക് ഈ 3 ഹാർവസ്റ്റ് കൊണ്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മെച്ചം. ഇങ്ങനെ സൈഡുകൾ കീറി നന കൊടുത്ത് 2ഉം 3ഉം വിളവുകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഹാർവസ്റ്റിലൂടെ കിട്ടിയ 1 കിലോയോളം വരുന്ന കൂണ് നമുക്ക് ആദ്യം കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് സെക്കൻഡും തേർഡും ഹാർവസ്റ്റ് ഉൾപ്പെടെ ഒരു നല്ല ആരോഗ്യമുള്ള നല്ല ഒരു ബെഡിൽ നിന്ന് നമുക്ക് ഏകദേശം 2 കിലോയോളം കൂണ് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.